KSRTC ബസ് ഡ്രൈവർ നന്ദുവും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള തർക്ക വിഷയമാണ് നമ്മുടെയും വിഷയം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പരിശോധിക്കാം. 1, ആ സമയം ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു മേയറും സംഘവും. എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയ ഡ്രൈവർ അപ്രകാരം യാതൊരു ലഹരിയും ഉപയോഗിച്ചിരുന്നില്ല എന്ന് വ്യക്തം, കൃത്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ കാർ കൊണ്ടുവന്ന് സീബ്ര ലൈനിലിട്ട് ബസ്സിനെ തടഞ്ഞില്ല എന്ന് മേയറും സംഘവും. എന്നാൽ അപ്രകാരം സംഭവിച്ചു എന്ന് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 33(2) പ്രകാരം നാട്ടിലെ ഏതൊരു പൗരനും പോലീസ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്താമെന്ന നിയമം നാട്ടിലിരിക്കെ ഇവിടെ നടന്ന സംഭവം മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച യാത്രക്കാരനെ തങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല എന്നും മേയർ പറയുന്നത് കള്ളം. വീഡിയോയിൽ അത് വ്യക്തം. മറ്റൊന്ന്, തങ്ങളെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ്. എന്നാൽ മേയറോട് മാപ്പ് പറയാൻ വിളിക്കുന്ന വീഡിയോയിൽ അപ്രകാരം ഒരു കാര്യം സംഭവിച്ചതായി മേയർ പറയുന്നില്ല. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ മേയർ കാണിച്ചത് അഹങ്കാരം, ധാർഷ്ട്യം, ഭരണത്തിന്റെയും പാർട്ടിയുടെയും പുങ്ക്. ഒരുപക്ഷെ ഈ വിഷയം അവിടെ കൂടി തീർന്നേനെ. നമ്മളൊക്കെ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ്സുമായി സംസാരിക്കാറുണ്ട്, ഉടക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ മേയർ കാണിച്ച മറ്റൊരു നെറികേടുണ്ട്. ഇദ്ദേഹത്തെ സൈബർ സഖാക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്ന ആ ശുദ്ധ നെറികേട്, അതിന് ചെറ്റത്തരം എന്ന വാക്കുകൊണ്ട് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ഈ മനുഷ്യൻ നടത്തിയ ഒരു ആക്സിഡന്റ് കഥ, ആ കഥയിൽ അവർ പറയുന്ന ഒരു മണ്ടത്തരമുണ്ട്. അദ്ദേഹം ഓടിച്ചിരുന്ന അന്നത്തെ പ്രൈവറ്റ് വാഹനം എന്ന് പറയുന്നത് KL 59F 7074 എന്ന് പറയുന്ന വാഹനമാണ്. അദ്ദേഹം ഇടിച്ച KSRTC ബസ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് KL 23T 2323 എന്ന് പറയുന്ന നമ്പറാണ്. KL 23T 2023 എന്ന് പറയുന്ന വാഹനത്തിലാണ് അദ്ദേഹം കൊണ്ടിടിക്കുകയും ബസിന്റെ നമ്പർ KL 23 ആണെന്ന്. KSRTC ബസ്സിന് KL 15 വരെയുള്ളൂ മാഡം. ഏതൊരു മനുഷ്യനും സഖാക്കന്മാരെ ഉടക്കിയാൽ, അവരുമായി കോർത്താൽ, ആ മനുഷ്യന്റെ ഭൂതകാലം മുഴുവൻ ചെകഞ്ഞെടുത്ത് പബ്ലിക് ഡൊമൈനിൽ ഇട്ടുകൊടുക്കും. ഇവരുടെ സൈബർ ഗുണ്ടകൾക്ക് കയറി മേയാൻ, ആ മനുഷ്യനെ ചിത്രവധം ചെയ്യാൻ. നോക്കിക്കോളൂ, ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവർ കൊണ്ടുവരും. ഈ മനുഷ്യൻ പബ്ലിക് ഡൊമൈനിൽ ആക്ഷേപിക്കും. ഒരു തൊഴിലാളിയാണ് മാഡം. തൊഴിലാളിയെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് നല്ലതാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നത് മാത്രം പരിശോധിക്കുക. ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ന്യായീകരിക്കുന്നത് സഖാക്കന്മാരെ അത്ര ഭൂഷണമല്ല.